ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു ചട്നീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരേ രീതിയിൽ ചട്നി തയ്യാറാക്കാണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ചട്നികൾ തയ്യാറാക്കി കഴിച്ചു നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ചുമന്ന കളറിലുള്ള ഈ തേങ്ങാ ചമ്മന്തി തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ? അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇതിനായിട്ട് ഞാൻ ഒരു ബൗള് തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരര സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂണോളം ചെറിയ ജീരകം, അത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ചിലർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയുള്ളവർ ചേർക്കണ്ട. ഒരു സ്പൂണ് പൊട്ടുകടലയും ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്ന് ഈ ചട്നി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ലൂസ് പരുവത്തിലാണ് നമ്മുടെ ചട്നി വേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്ത് ഇനി ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കടുക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു അര സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒപ്പം ഒരു വറ്റൽമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി നല്ല ചുമന്ന കളറിലുള്ള തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജീരകം ആവശ്യമില്ലാത്തവർ ചേർക്കണ്ട. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നും ഒരേ രീതിയിൽ ചെയ്ത് നോക്കാണ്ട് ചില ദിവസങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചട്നികളും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. ബൈ.